അച്ഛന് ചെസ് കളിക്കാൻ അറിയാമോ? അറിയാലോ, ഞാൻ കളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അമ്മ പറഞ്ഞത് നുണയായിരുന്നല്ലേ? അമ്മ എന്താ പറഞ്ഞത്? ചെസ് ബുദ്ധിയുള്ളവർക്ക് കളിക്കാനുള്ള കളിയെന്നാ അമ്മ പറഞ്ഞത്. ആഹാ, അപ്പൊ നിന്റെ അമ്മ എന്റെ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? ഒരാളെ കുറിച്ച് ഒരു നുണ പറഞ്ഞാൽ കേൾക്കുന്ന കൂടുതൽ പേരും അത് വിശ്വസിക്കും. ശരിയാ, അച്ഛന് ബുദ്ധിയില്ലെന്ന് ഞാനും വിശ്വസിച്ചു പോയി. നീ കൊള്ളാലോടി കള്ളി. ഞാൻ ആര് പറയുന്നതാ വിശ്വസിക്കേണ്ടത്? അച്ഛനോ അതോ അമ്മയോ? രണ്ടുപേര് പറയണതും കേൾക്കണം. സംശയം വല്ലതും ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കണം. ആ ശരി. പണ്ടുള്ളവര് പറഞ്ഞിട്ടുണ്ട്, നുണ പറയാൻ പാടില്ല എന്ന്. നുണ പറയുന്നവരെ നരകത്തിൽ കൊണ്ടുപോകുന്നു. ആണോ അച്ഛാ? ചേട്ടാ, ആ ബ്ലേഡ് സൂര്യ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയാൾക്ക് കുറച്ച് കാശ് ഞാൻ കൊടുക്കണം. അയാളെ ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കും. ഇപ്പോഴാരാ നുണ പറഞ്ഞത്? അച്ഛൻ. ആ അച്ഛാ, അച്ഛൻ അമ്മയോട് പറഞ്ഞ കള്ളമല്ലേ? അതമ്മ സത്യമാക്കി അങ്കിളിനോട് ചെന്ന് പറഞ്ഞപ്പോ അങ്കിൾ അത് വിശ്വസിച്ച് പുറത്തേക്ക് ഇറങ്ങി സ്വർഗത്തിലോട്ട് പോയി. എന്റെ പൊന്നു മോളെ, നീ കൊള്ളാലോടി. അച്ഛന് നുണയം പറഞ്ഞ് കട്ടിലിന്റെ അടിയിലോട്ട് പോവാ എന്നല്ലേ? അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ഞാൻ നുണ പറഞ്ഞ നരകത്തിലേക്ക് പോവും അല്ലേ?